അയ്യോ എവിടുന്നാടി ഇതെടുത്തേ? ഷോക്കേസിൽ സാധനല്ലേ കളിക്കണേ. ഷോക്കേസിൽ ഒരു സാധനം വെക്കാൻ പെണ്ണ് സമ്മതിച്ചൂല. ഇപ്പൊ ജിദ്ദി ബാബുക്കുട്ടന്റെ കളിച്ചിട്ട പ്രായാടി. അനക്ക് ആ ചൂലെടുത്തോളാ റൂമെങ്കിലും ഒന്ന് അടിച്ചേരിക്കൂടെ എന്റെ പെണ്ണെ. ഒരൊറ്റ ചവിട്ടാണ് തന്നാണ്ടല്ലോ. അല്ല കണ്ണുക്ക് നോക്കും ഉണ്ട കണ്ണേറ്റ്. തിന്നാനും കുടിച്ചാലും നേരത്തെ കൊണ്ട് വരുമല്ലോ എന്റെ മോന്റേത്. ഓക്കെ ഇജ് ഇവിടുത്തെ കുട്ടിയൊന്നല്ല, ഈ തറവാട്ടിലെ കുട്ടിയല്ല ജ്. അതറിയാം എനിക്ക്. എന്റെ മോന്റെ കുട്ടിയല്ല ജ്. എന്റെ അമ്മ എവിടുന്നോ ഒരുത്തന്റെ ഒപ്പം പോയിക്കാണുണ്ടായ കുട്ടിയാണ് ജി. ഞങ്ങൾ എന്തിനാ എന്നെ സംരക്ഷിക്കണ്? ഇവിടെ എന്റെ ആരും ഇല്ല. അറിയാം എനിക്ക്. ജേ എളുപ്പം എന്റെ വാപ്പ ഏതാന്ന് ചോദിച്ചാൽ വാപ്പാനെ തെരഞ്ഞു പോയിക്ക ജി. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല എനിക്ക്. ഞാൻ ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരു തൊയില ഞാൻ തരൂല. എന്നാ പോരെ? എന്തേ നോക്കണു ജി? ഇജ് ഒരു കാര്യം ചെയ്താ ഇതൊക്കെ ഇതിന്റെ തുണിയാളൊക്കെ ഇടാ മുറിയില്. അതൊക്കെ ഒന്ന് മടക്കിയൊക്കെ ജി. എനിക്ക് പറ്റുമത്? വെറുതെ ഇവിടെ കുത്തിർന്ന് ഇങ്ങനെ ഉരുത്തിട്ട് മുങ്ങിയിട്ട് കാര്യമില്ല. ഇല്ലാന്ന് വന്നന്ന് ഇങ്ങനെ ഇന്ന് ഇപ്പൊ അതാ കൊഴുത്ത് തടിച്ചു വരണേ. ഒരു പെൺകുട്ടിയാണ്. ഇങ്ങനെ ഒന്ന് വളർന്നാ പോരെ ജെ. ആരാന്റെ പെരീക്കൊക്കെ പോകാനുള്ളതാണ്. അല്ലാതെ ഇവിടെ നിന്നുകാണ്ട് അന്നെ ഞങ്ങൾ വളർത്തുന്നോ അന്നെ ആരാന്റെ പെരീക്ക് പറഞ്ഞയക്കുന്നോ ജോലിക്കാരത്തി ആക്കുന്നോ ഒന്നും വിചാരിച്ചണ്ട. അന്നെ തള്ള വന്നപ്പോ അന്യം കൊണ്ടിട്ട് വന്നുകണില്ല എന്റെ തള്ള. എനിക്ക് അത് തള്ളന്റെ പെരീക്കൊന്ന് പോയിക്കൂടാ? അവിടെ പോയിന്നൂടെ എനിക്ക്? ഇതെന്തിനാ ഇങ്ങോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്? കൊണ്ട് കുത്തി പൊടിച്ച് ഞാനെ കണ്ടിട്ടാ നാലോടെ ഓർമ്മ വെച്ചോ. എന്താണ് ഇതൊന്നും മുണ്ടാത്തത്? ഇവിടെ ആരാന്നാണ്? ഇത് ആരാടി? പൂള സാഹിബിന്റെ പേരക്കുട്ടിയോ? ചെരുപ്പിട്ട് കൂടെ ഔത്തുകൂടെ നടക്കാന് നീ ഇത് പോടിയോടെ ചെരുപ്പ് മൊത്തണ്ടേടി പോർന്നേ. നാക്കാലികളെല്ലാം കൂടി ഇങ്ങോട്ട് കയറി വരും. അതിന് പറ്റിയൊരു മോനും എനിക്ക് എല്ലാരും സംരക്ഷിക്കാന് ഒരുപാട് ടീറ്റങ്ങള്. എന്തേ എന്താണ്? കൊറേ ചീത്ത പറഞ്ഞു. ഞാൻ ഈ വീട്ടിലല്ലാന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു ഈ എന്തിനാ എന്നെ കഷ്ടപ്പെടുത്തണം, എനിക്ക് ഒന്ന് ഇറങ്ങിപ്പോയി കൂടെ എന്നൊക്കെ. ഉമ്മയുടെ കുട്ടി അതൊന്നും കേക്കണ്ട കേട്ടോ. ഉമ്മ തന്നെ ഇവിടെ സഹിച്ച് ക്ഷമിച്ച് കഴിയാന്ന് കുട്ടിക്കറിയില്ലേ? ഇപ്പച്ച് കുട്ടീനൊന്നും പറയലില്ലല്ലോ. ഒന്നും പറയലില്ലല്ലോ. മോള് മോളെ പഠിപ്പിന്റെ കാര്യമൊക്കെ ശ്രദ്ധിച്ചാൽ മതി ട്ടാ. ഉമ്മമാന്റെ സാധനങ്ങളൊന്നും എടുക്കണ്ട ട്ടാ. ഉമ്മച്ചി ആ ബംഗാളി കുട്ടികൾക്ക് എടുത്തു കൊടുത്ത കളിപ്പാട്ട് ഞാൻ അവരിന്ന് വാങ്ങിണ്ടായിരുന്നു. അത് വെച്ച് കളിക്കുമ്പോ അത് ഷോക്കേസിൽ നിന്ന് എന്തിനാ എടുത്ത് വെച്ചിട്ട് എന്നെ കൊറേ ചീത്ത പറഞ്ഞു. മടക്കുട്ടി അങ്ങോട്ടൊന്നും മൈൻഡ് ചെയ്യണ്ട ട്ടാ. നല്ല കുട്ടിയായിട്ട് ഇവിടെ അങ്ങനെ ഒതുങ്ങി കഴിഞ്ഞാൽ മതി. ഉമ്മ എത്ര ക്ഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലേ? ഉപ്പ കുട്ടീനൊന്നും പറയലില്ലല്ലോ. മോളതൊന്നും കാര്യാക്കണ്ട ട്ടാ. ഉമ്മമാന്റെ റൂമിലേക്കൊന്നും പോകണ്ട ട്ടാ. കുട്ടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഉപ്പച്ചൊന്നും പറയലില്ലല്ലോ. പഠിക്കാനുള്ളതൊക്കെ നോക്കുക, പഠിക്കുക ട്ടാ. ഉമ്മ എന്നെ ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കാന്ന് നോക്കറിയില്ലേ? ഉമ്മാനെ ഓർത്തിട്ട് ഇജൊന്നും തൊടല്ല ട്ടാ. സാരല്ലേ. ഇതാടാ എനിക്കൊന്നും വേണ്ട. ഇതാണ് എന്താണ് കുറുമ്പാട്ടി നിക്കണ്? നിങ്ങൾ ഇത്ര നേരം കാട്ടിയ കുറുമ്പിന്റെ അത്ര വലിയ കുറുമ്പൊന്നുമല്ലല്ലോ എന്റെ. ഞാൻ തച്ചണ്ടി കാട്ടി. ആ ചെറിയ കുട്ടീനായിട്ട് ഇത്ര നേരം എന്താ പറഞ്ഞത്? ചെറിയ കുട്ടിയാ. ആ കുട്ടിയെ ആ ഷോക്കേസുള്ള സാധനമൊക്കെ എടുത്തുങ്ങാണ്ട് കളിച്ച നമ്മളെ കുട്ടിയൊന്നല്ലല്ലോ ഇത്. ആരുടെ കുട്ടികളായാലും കുട്ടികൾ ഷോക്കേസിലുള്ള കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ എടുക്കും, കളിക്കും. നിങ്ങൾക്ക് കളിക്കേണ്ട പ്രായം അപ്പൊ? അത് ഇവിടെ വെക്കാൻ പറ്റൂല. എന്താണ്? അതെ ഇന്റെ കുട്ടികളെ ചെറുപ്പത്തിൽ എന്റെ വാപ്പ കൊടുന്ന സാധനം ആ കുട്ടി എടുത്ത് കളിച്ചാ ഞാൻ അയക്കോ? എന്റെ കുട്ടിക്ക് കളിക്കാലോ. എന്റെ കുട്ടി കളിച്ചാ അത് ഇവിടുത്തെ കുട്ടിയാ. എന്റെ കുട്ടീനെ പോലെ തന്നെയാണ് അതിനെ കാണുന്നത്. ഇവിടെ പറ്റൂല. അജയ് എന്റെ കുട്ടീനെ കണ്ണു കണ്ട പെണ്ണുങ്ങളെ കെട്ടി കൊടുത്തുങ്ങാണ്ട് കുട്ടിയുള്ള പെണ്ണുങ്ങളെ കണ്ട പെണ്ണുങ്ങളെ എങ്ങനെ കണ്ണു കണ്ട പെണ്ണുങ്ങളെ ഇവിടുന്ന് നിങ്ങളെല്ലാരും കൂടി പോയി കണ്ടിട്ട് ഉറപ്പിച്ചിട്ടല്ലേ? അപ്പൊ ഈ കുട്ടീനെ ഏറ്റെടുക്കുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ. കുട്ടീനെ ഏറ്റെടുക്കാതെ പിന്നെ കുട്ടീനെ അവിടെ ഇട്. അത് ചെറിയ കുട്ടിയാണ്. അതിനിപ്പോ അതിന്റെ ഉമ്മാന്റെ സംരക്ഷണം ആവശ്യമുള്ള കാലാണ്. അവിടെ കൊണ്ടുപോയി വളർത്തിക്ക. ഇവിടെ കണ്ട ഇവിടെ തന്നെ വളർത്തും. മേലാൽ നിങ്ങള് ആ കുട്ടീനെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതാവില്ലേ, ഇതുപോലെ ആവില്ലേ? ഞാൻ പറയട്ടെ. അടങ്ങി നമ്മൾ നിന്നോട്ടോ. തള്ളനെ നേർക്ക് വരണ്ടുണ്ടെങ്കിൽ വയസ്സാം കാലത്ത് ആരാണ് നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം തരാൻ? എനിക്കിപ്പോ എന്തായാലും ആ കുട്ടി വെള്ളം തരണ്ട. തരൂല്ല ചേട്ടൻ മാണ്ടേനു.
ഇത്ര ബോധമില്ലാതെയല്ലോ മങ്ങൾക്ക്. ആ നിങ്ങൾ എന്തെങ്ങനെ? ഞാൻ കടി തിന്നോ? ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞുതരാം. ആ കുട്ടീനെ സ്വന്തം കുട്ടിയായിട്ട് നിങ്ങൾ കാണണം, സ്വന്തം പേരക്കുട്ടിയായിട്ട് നിങ്ങൾ കാണണം. ഞാൻ എൻ്റെ കുട്ടിയായിട്ട് കാണുന്നുണ്ടല്ലോ. നിങ്ങളെ മോളും കൂടിയിട്ട് പോരടിച്ചിട്ടാണ് ഞാൻ ആദ്യം കല്യാണം കഴിച്ച ആ പെണ്ണിനെ ഞാൻ ഡൈവോഴ്സ് ആക്കേണ്ടി വന്നത്. അന്ന് നിങ്ങളെ വായലാവ് ഇതേപോലെ തന്നെ ഡൈവേഴ്സ് ആക്കിയത്. നിങ്ങളെ മോൾക്കും തന്നെ ഈ ആൾക്കാരൊക്കെ ഉള്ള ചെറുക്കന്മാരൊക്കെ നേരം ഒന്നുമില്ല. മോള് കാട്ടിയിരുന്ന അത്ര ഒന്നുമില്ല. വെറുതെ പറയണതാണ്. നല്ല വീട്ടിലെത്തും പെൺകുട്ടികളെ കൊണ്ടുവരിക, എന്നിട്ട് ഇതേപോലെ അപവാദം പറയാം. ഇത് ഇതേപോലെ ചില തള്ളാരുടെ സ്വഭാവം തന്നെയാണ്. എന്നിട്ട് ഡൈവോഴ്സ് ആക്കിപ്പിക്കുക. അന്ന് എന്റെ പൊട്ട ബുദ്ധിക്ക് ഞാനത് ചെയ്യും ചെയ്തു. കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഇല്ല. അപ്പൊ ഇത് എന്റെ കുട്ടിയായിട്ട് തന്നെ ഞാൻ കാണുന്നത്. ഇത് ഇങ്ങനെ തന്നെ ഞാൻ ആ കുട്ടീനോട് വളർത്തുള്ളൂ. അവളേനെ ഉപദ്രവിക്കാൻ പോയാ ഏതെങ്കിലും വൃദ്ധസദനത്തിന് ഞങ്ങളെ കൊണ്ടാക്കും. നല്ല ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അതെ പള്ളിയിൽ മരുന്ന് അയക്കണിട്ടാ, മരുന്ന് അയക്കണ ഉറപ്പാണ്. സാബിൽ ബദ്രീങ്ങളെ എന്റെ മോൻ തന്നെയുള്ള റബ്ബേത്. എന്റെ കുട്ടി എന്നോട് ഒരു അക്ഷരം പറയാത്ത കുട്ടിയാണ്. അപ്പൊ അതാ ഈ കോലത്തിലൊക്കെ ഞാൻ വൃദ്ധസാധനത്ത് കൊണ്ടുപോയി ആക്കുന്ന് പറഞ്ഞു. റബ്ബേ വെച്ച കാണാനും കേൾക്കാനും ഒരു ഒരുമ്പോട്ട കുട്ടീനെ കൊണ്ട് കിട്ടിയതാണ് ഇപ്പൊ അത്.